എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള തോരനാണ്. അതിന് ഞാൻ വാഴപ്പിണ്ടി വട്ടത്തിൽ അരിഞ്ഞ് ചോപ്പറിലിട്ട് ചെറുതാക്കി എടുക്കുന്നുണ്ട്. പിണ്ടി അരിഞ്ഞെടുക്കാം. ഞാൻ പാളയംകുടം വാഴയുടെ പിണ്ടിയാണ് എടുത്തിരിക്കുന്നത്. പാളയംകുടം വാഴയുടെയും ഏത്തവാഴയുടെയും പിണ്ടിയാണ് തോരനും എല്ലാം വയ്ക്കാൻ നല്ലത്. പിന്നെ ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. അത് കുക്കറിനകത്തിട്ട് 1 വിസില്, അധികം വെന്ത് പോകരുത്. പിണ്ടിയെല്ലാം വട്ടത്തിൽ അരിഞ്ഞു. ഇനി നമുക്കിത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുക്കാം. പരിപ്പ് വേവിച്ചു വെച്ചു. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് തോരനുണ്ടാക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുകിടാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ചെറിയുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില. ഉള്ളി മൂത്തിട്ടുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം കുറച്ച് വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങ ഒതുക്കിയത്, പാകത്തിന് ഉപ്പ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടി, നന്നായിട്ട് തേങ്ങയുടെ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്തേക്ക് ഇടും. അധികം വേവ് കൂടാതെ എടുക്കണം. നമ്മൾ ഇത്തിരി വേവ്, നിങ്ങൾ 1 വിസിൽ വേവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തുറന്നു വെച്ച് കുക്കറിൽ ആ വെള്ളം പറ്റിക്കുമ്പോഴേക്ക് വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അധികം പിണ്ടിക്ക് വേവില്ല. തോരൻ റെഡിയായി. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. പിണ്ടിത്തോരൻ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ വൻപയറും ചെറുപയറും ഒക്കെ ഇട്ടായിരിക്കും എല്ലാവരും വയ്ക്കുക. കടലപ്പരിപ്പ് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.